ഹലോ എവ്രിവൺ 2024 പുറത്തിറങ്ങിയ PT സാർ എന്ന തമിഴ് സിനിമയുടെ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി വൺസ് അഗൈൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാം HMന്റെ അടുത്തേക്ക് വന്ന് ഈ വർഷം സ്പോർട്സ് ഡേ നടത്താൻ സമ്മതിക്കരുത്, അത് നടന്ന കുട്ടികളുടെ ഭാവി നഷ്ടാവെന്ന് പറഞ്ഞ് സ്പോർട്സ് ഡേ നടത്തരുതെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ സ്റ്റുഡൻസും എങ്ങനെയെങ്കിലും സ്പോർട്സ് ഡേ നടക്കാൻ വേണ്ടി സ്കൂളിന്റെ ടെറസിൽ മാജിക് വാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചുമരുണ്ട്. ആ ചുമരില് നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ച് എഴുതിയാലും അത് ഉറപ്പായും നടക്കുന്നാണ് സ്റ്റുഡൻസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാവരും സ്പോർട്സ് ഡേ നടത്തണമെന്ന് പോയി എഴുതി. ഈ സ്റ്റുഡൻസിനെല്ലാം ഈ മാജിക് വാളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടി അവരുടെ വിശ്വാസം മുഴുവൻ PT സാറിലാണ്. ഈ PT സാറാണ് നമ്മുടെ നായകൻ കനകവേൽ. സ്പോർട്സ് ഡേ നടത്താൻ പാടില്ല എന്ന് മറ്റു ടീച്ചേഴ്സ് പറഞ്ഞ കാര്യം കനകവേലു അറിഞ്ഞു. ഉടനെ തന്നെ കനകവേലു HMനെ പോയി കണ്ട്, സാർ നിങ്ങളൊരു വോളിബോൾ പ്ലെയർ അല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പൊ കളിക്കാതെ പിന്നെ എപ്പോ കളിക്കാനാണ്? അവരുടെ ജീവിതം തന്നെ വേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് HMനെ ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്തു. HMും ശരി, നിനക്ക് വേണ്ടി ഞാൻ സ്പോർട്സ് ഡേ നടത്താൻ അലോ ചെയ്യാമെന്ന് ഓക്കെ പറഞ്ഞു. അപ്പോഴാണ് നായിക വാനതിയുടെ എൻട്രി. വാനതി അതേ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. നമ്മുടെ കനകവേല് വാനതിയുടെ പിന്നാലെ കുറെ നാളായി നടക്കുന്നു. അങ്ങനെ ഇതിനിടയിലും കനകവേല് മറ്റു ടീച്ചേഴ്സിനെ എല്ലാം എതിർത്ത് സ്പോർട്സ് ഡേ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഇവൻ വലിയ ധൈര്യശാലിയാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഇവന്റെ വീട്ടിൽ ഒരു അടിപിടിക്കും പോവാതെ ഒരു പാവം സാധു ചെക്കൻ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് ഇവന്റെ അമ്മ ഇവനെ വളർത്തിയിരിക്കുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ കനകവേലിന്റെ ജാതകം നോക്കിച്ച സമയത്ത് കനകവേലിന് കല്യാണത്തിന് മുമ്പ് വരെ ഒരുപാട് ദോഷങ്ങളുണ്ട്. കല്യാണശേഷം പിന്നെ അവന്റെ ലൈഫ് വിജയകരമായിരിക്കും. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മകൻ ഒരു പ്രശ്നത്തിലും ചെന്ന് പെടരുത്, അഥവാ പെട്ട അവന്റെ ജീവന് തന്നെ ആപത്താണെന്ന് ജോത്സ്യൻ ഇവന്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മവനെ ഒരു പ്രശ്നത്തിനും വിടാതെ പൊത്തിയായിരുന്നു വളർത്തിയിരുന്നത്. റോഡിൽ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടന്നാ പോലും എന്തിനാ വെറുതെ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതെന്ന് കരുതി കനകവേലും അത് മൈൻഡ് ചെയ്യാതെ പോവാണ് ചെയ്യാറ്. അങ്ങനെ ഒരു ദിവസം എന്നത്തെയും പോലെ കനകവേല് ജോലിക്ക് പോവാൻ ഇറങ്ങിയപ്പോ ഓപ്പോസിറ്റ് വീട്ടിലുള്ള രത്നം കനകവേലിനോട് പോകുന്ന വഴിയിൽ അയാളുടെ മകള് നന്ദിനിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ഹെൽപ്പ് ചോദിച്ചു. കനകവേലും നന്ദിനിയെ ഒരു അനിയത്തിയെ പോലെയാണ് കാണുന്നത്. സോ ഇവൻ നന്ദിനിയെ അവളുടെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. നന്ദിനി പഠിക്കുന്ന കോളേജിന്റെ അടുത്ത് തന്നെയാണ് കനകവേല് വർക്ക് ചെയ്യുന്ന സ്കൂള്. രണ്ടും ഒരേ മാനേജ്മെന്റ് ആണ്. അതിന്റെ ഫൗണ്ടർ ആ നാട്ടിലെ വലിയൊരാളാണ്. GP സാർ എന്നാണ് എല്ലാരും അയാളെ വിളിക്കുന്നത്. അന്ന് ഈ GP കനകവേലിനെ അയാളുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കനകവേലാണെങ്കിൽ പേടിത്തുന്ന സ്വഭാവമാണല്ലോ. ഇവന്റെ കൂടെ സ്കൂളിന്റെ HM ഉണ്ടായിരുന്നു. സ്കൂളിൽ എല്ലാവരും എതിർത്തിട്ടും സ്പോർട്സ് ഡേ നടത്തിയതിന് വഴക്ക് പറയാനാണ് വിളിച്ചെന്ന് വിചാരിച്ച് ഇവൻ പേടിച്ചിട്ടാണ് അവിടേക്ക് വന്നത്. എന്നാൽ കാര്യം അതായിരുന്നില്ല. സ്കൂളിന്റെ ടെറസിൽ മാജിക് വാൾ കൊണ്ടുവന്നതിന്റെ പിന്നില് കനകവേലായിരുന്നു. ഈ കാര്യം ന്യൂസ് പേപ്പറിൽ വന്നതുകൊണ്ട് സ്കൂളിന് നല്ല പേരായി. സോ ഇതിനെല്ലാം കാരണക്കാരനായ കനകവേലിനെ GP അപ്രിഷിയേറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കനകവേല് വീട്ടിൽ വന്ന ശേഷം വീടിന് മുന്നിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടു. അതെന്താന്ന് നോക്കാനായിട്ട് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഓപ്പോസിറ്റ് വീട്ടിലുള്ള നന്ദിനി ഇത്ര നേരമായിട്ടും വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ഇവൻ അറിയുന്നത്. നന്ദിനിയുടെ അച്ഛൻ രത്നവും കനകവേലിനോട് നന്ദിനിയെ കാണുന്നില്ല, കോളേജിൽ പോയി അന്വേഷിച്ചപ്പോ അവൾ അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്, നമുക്കൊന്ന് അവളെ അന്വേഷിച്ച് പോയാലോ എന്ന് കനകവേലിനോട് സഹായം ചോദിച്ചു. എന്നാൽ ഈ ഒരു കാര്യം കനകവേലിന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം കല്യാണം കഴിയുന്നതിന് മുൻപ് ഇവനൊരു പ്രശ്നത്തിനും പോവരുതെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അമ്മയും ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞെങ്കിലും കനകവേല് അമ്മയെ വഴക്ക് പറഞ്ഞിട്ട് രത്തനത്തെയും കൂട്ടി വണ്ടിയിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു. എന്നാൽ എവിടെയും നന്ദിനിയെ കണ്ടില്ല. അപ്പോഴാണ് രത്തനത്തിന് ഒരു കോള് വന്നത്. അതിൽ നന്ദിനി വീട്ടിലെത്തിയെന്ന് പറഞ്ഞതും രത്തനത്തിന് സമാധാനമായി. ആ സമാധാനത്തിൽ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വല്ലാതെ ഷോക്കായി പോയി. കാരണം നന്ദിനിയുടെ ഡ്രസ്സ് എല്ലാം കീറി പറഞ്ഞ് കയ്യെല്ലാം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് രത്തനത്തിന് മനസ്സിലായത്. കോളേജിലെ കൾച്ചറൽ പ്രോഗ്രാം ആയിരുന്നു. സോ കുറച്ച് മോഡേൺ ഡ്രസ്സ് ധരിച്ചാണ് നന്ദിനി പോയത്. കൾച്ചറൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് 4-5 പേര് അവളോട് മോശമായിട്ട് പെരുമാറി. എങ്ങനെയൊക്കെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നു എന്ന് നന്ദിനി പറഞ്ഞു. എന്നിട്ട് അവന്മാരെ വെറുതെ വിടരുത്, പോലീസിൽ പിടിപ്പിക്കണം, അവന്മാർ അവിടെ തന്നെയുണ്ട്, പോലീസിനെ കോൾ ചെയ്യുന്ന നന്ദിനി ഒരുപാട് തവണ അച്ഛനോടും അമ്മയോടും പറഞ്ഞെങ്കിലും ആരും അതിന് പ്രാധാന്യം കൊടുത്തില്ല. എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ അവര് തെറ്റെല്ലാം നമ്മുടെ മേലാണെന്ന് പറയും. നിന്നോട് ഈ ഡ്രസ്സ് ഇടരുതെന്ന് എത്ര തവണ പറഞ്ഞതാണ്, നീ ഈ ഡ്രസ്സ് ഇട്ട് പോയതാണ് തെറ്റ് എന്ന് അമ്മ നന്ദിനിയെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഈ കാര്യം ഇതോടെ അവസാനിച്ചു. ആരും പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് അച്ഛനും അമ്മയും ഈ കാര്യം മറച്ചു വെക്കാൻ നോക്കി. എങ്കിലും നന്ദിനിയെ കാണാനില്ലെന്ന് അയൽക്കാരെല്ലാരും അറിഞ്ഞല്ലോ. അപ്പൊ നന്ദിനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവരൊക്കെ മനസ്സിലാക്കി. എന്നാൽ നന്ദിനി ഈ കാര്യം ആലോചിച്ച് വല്ലാതെ വിഷമിച്ചു. കാരണം തെറ്റ് ചെയ്തവനെ വെറുതെ വിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എന്തിനാണ് എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ച് അവൾ വല്ലാതെ ഫീലായി.
നെക്സ്റ്റ് ഡേ ആ ഏരിയയിലെല്ലാം തലേ ദിവസം നന്ദിനിക്ക് സംഭവിച്ച കാര്യമായിരുന്നു ടോപ്പിക്. ഒരു പെൺകുട്ടിയെ പറ്റി ഇല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ തന്നെ എല്ലാവരും അത് പറഞ്ഞ് അത് നടന്ന സംഭവമാക്കി മാറ്റും. ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് നന്ദിനിയെ കുറിച്ച് തെറ്റായി എല്ലാവരും സംസാരിക്കുള്ളൂ. അതുപോലെ തന്നെ പിറ്റേ ദിവസം നന്ദിനി എന്നത്തെയും പോലെ കോളേജിലേക്ക് പോകുമ്പോഴും ആ ഏരിയയിലുള്ള എല്ലാവരും രാത്രി ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടന്ന ആണുങ്ങളെ നോക്കുകയും ഇതുപോലെ നടക്കുകയും ചെയ്യുന്ന നന്ദിനിയെ മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. എങ്കിലും അതിൽ നിന്നെല്ലാം പുറത്തു വരണമെന്ന് നന്ദിനി ആഗ്രഹിച്ചു. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് സ്കൂളിലെ മാജിക് വാളിനെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് ഇംഗ്ലീഷ് ടീച്ചറായ വാനതി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ മാജിക് വാളിൽ എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയത്. നേരെ അവള് അവിടെ വന്ന് നോക്കി. അപ്പൊ ആ ചുമരില് ഈ പ്രശ്നത്തിന് ഒരു അവസാനവും ഇല്ലേ, ഇതിൽ നിന്നെല്ലാം പുറത്ത് കടക്കണമെങ്കിൽ മരിക്കല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആരോ ആ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാനതി പെട്ടെന്ന് തന്നെ കനകവേലിനെ വിളിച്ചു വരുത്തി ആ ചുമരിൽ എഴുതിയതെല്ലാം കാണിച്ചു കൊടുത്തു. എന്നാൽ കനകവേൽ അത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ചെറിയ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുന്നതിനുള്ള ദേഷ്യത്തിന് അവരെന്തെങ്കിലും എഴുതിയതായിരിക്കും എന്ന് പറഞ്ഞ് കനകവേൽ അത് കെയർലെസ് ആയിട്ട് വിട്ടു. എന്നാലും വാനതി എങ്ങനെയെങ്കിലും വളച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവൻ ട്രൈ ചെയ്യുന്നുണ്ട്. കനകവേലിന്റെ ഈ പരിശ്രമം കണ്ട് വാനതിയും കനകവേലിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നിട്ട് കനകവേല് വാനതി അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്നും പറഞ്ഞ് കനകവേലിന്റെ അച്ഛനും അമ്മയ്ക്കും വാനതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്തത് ഇവരുടെ ഇഷ്ടം വാനതിയുടെ അച്ഛനെ അറിയിക്കണം. അതിനായിട്ട് കനകവേല് നേരെ വാനതിയുടെ വീട്ടിലേക്ക് വന്നു. വാനതിയുടെ അച്ഛൻ ഒരു വലിയ ക്രിമിനൽ ലോയറാണ്. പേര് അഡ്വക്കേറ്റ് മാണിക്യവേൽ. കനകവേലിന് ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നി. എങ്കിലും മകൾക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം താനും ഈ കല്യാണത്തിന് സമ്മതിക്കുന്നുവെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മാണിക്യവേൽ കനകവേലിനോട് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ രണ്ട് വീട്ടുകാരും കല്യാണത്തിന് ഓക്കെ പറഞ്ഞു. അതിനുശേഷം കനകവേലിന്റെ അമ്മ രണ്ടുപേരുടെയും ജാതകം കൊണ്ടുപോയിട്ട് ജോത്സ്യനെ കാണിച്ചു. ജോത്സ്യനും ജാതകം നോക്കി ഈ രണ്ട് ജാതകങ്ങളും തമ്മിൽ ഒന്നിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കല്യാണം എത്ര പെട്ടെന്ന് നടത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നടത്തണം. കല്യാണത്തിന് മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും ഈ ജോത്സ്യർ പറഞ്ഞു. കനകവേലിന്റെ അമ്മയും എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനായിട്ട് വാനതിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കാരണം കല്യാണത്തിന് മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ജോത്സ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പോ അതുപോലെ തന്നെ നടന്നു. കനകവേലിന്റെയും വാനതിയുടെയും കല്യാണ നിശ്ചയത്തിന്റെ അന്ന് ഓപ്പോസിറ്റ് വീട്ടിലുള്ള രത്നം വല്ലാതെ ടെൻഷൻ അടിച്ച് ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട കനകവേലും കാര്യം എന്താന്ന് അന്വേഷിച്ചപ്പോ ആരോ ഫോണിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞപ്പോ കനകവേല് ആ ഫോൺ വാങ്ങി സംസാരിച്ചു. ആ കോൾ ചെയ്തത് ഒരു പോലീസാണ്. സോ ആ പോലീസും ഇവിടെ പാലത്തിനടിയിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ബോഡിയിലുണ്ടായ ID കാർഡിൽ ഈ നമ്പർ ഉണ്ടായിരുന്നു. അതാ വിളിച്ചത്. ഒന്നിവിടെ വരണം എന്ന് പറഞ്ഞ് പോലീസ് കോള് കട്ട് ചെയ്തു. കനകവേലിന് ഒന്നും മനസ്സിലായില്ല. എന്നാലും കനകവേല് രത്തനത്തിനോട് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് രത്നത്തെയും കൂട്ടി പോലീസ് പറഞ്ഞ പാലത്തിനടിയിൽ വന്ന് നോക്കി. അങ്ങനെ മരിച്ചു പോയത് നന്ദിനി തന്നെയാണെന്ന് അവർ കൺഫേം ചെയ്തു. രത്നത്തിന് അയാളുടെ മകളുടെ മരണം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കനകവേലിനും അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് കനകവേൽ ഓർത്തത്. കുറച്ച് ദിവസം മുമ്പ് മാജിക് വാളുള്ള സ്കൂൾ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് നന്ദിനി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പൊ കനകവേലും വാനതിയും വന്നാണ് അവളെ രക്ഷിച്ചത്. എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തെന്ന് കനകവേല് ചോദിച്ചതിന് നന്ദിനിയും 4 പേരെന്നോട് മോശമായിട്ട് പെരുമാറി. ആ വീഡിയോ ഏതോ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്നാൽ എനിക്ക് ചുറ്റുമുള്ളവർ തന്നെ എന്നോട് മോശമായിട്ട് പെരുമാറിയമാരെ കുറ്റം പറയാതെ മോഡേൺ ഡ്രസ് ഇട്ട് പോയതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് എന്നെയാണ് തെറ്റ് പറയുന്നത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യാൻ വന്നത് എന്നൊക്കെ നന്ദിനി കനകവേലിനോട് പറഞ്ഞു. അതിന് കനകവേലും നീ മരിച്ചാൽ എല്ലാം ശരിയാവോ? ഈ ലോകത്ത് നമ്മളെ കുറിച്ച് 1000 പേര് 1000 പോലെയായിരിക്കും സംസാരിക്കുക. അതൊന്നും നീ ശ്രദ്ധിക്കാതെ നിന്റെ കാര്യം മാത്രം നോക്ക്, ബാക്കിയെല്ലാം തന്നാലെ മാറിക്കോളെന്നും കനകരാജ് നന്ദിനിയെ അഡ്വൈസ് ചെയ്തു. ഇങ്ങനെ ഓൾറെഡി അഡ്വൈസ് ചെയ്ത് ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച ഒരു പെൺകുട്ടി വീണ്ടും സൂയിസൈഡ് ചെയ്തത് ഓർത്ത് കനകവേല് വല്ലാതെ വേദനിച്ചു. കനകവേല് നന്ദിനിയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പുഴേന്ന് നന്ദിനിയുടെ ഡെഡ് ബോഡി കരയിലേക്ക് കൊണ്ടുവന്നത് ഒരു പ്രായമായിട്ടുള്ള ആളായിരുന്നു. അയാൾ കനകവേലിനോട് ആ പെൺകുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു കത്ത് ഉണ്ടായിരുന്നില്ലേ, അതിലെന്താ എഴുതിയതെന്ന് ചോദിച്ചു. അപ്പോഴാണ് കനകവേലിനും മരിക്കുന്നതിന് മുമ്പ് നന്ദിനി എന്തോ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിയ നന്ദിനിയുടെ മരണത്തിന് ആരാണ് കാരണം എന്ന് അറിയാൻ കഴിയും. സോ അവൻ ആ ലെറ്ററിനെ കുറിച്ച് പോലീസിനോട് ചോദിച്ചു. പക്ഷെ പോലീസ് അങ്ങനെ ഒരു ലെറ്റർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാൽ അതൊരു കോൺസ്റ്റബിൾ എടുത്തോണ്ട് പോകുന്നത് കനകവേല് കണ്ടു. ഇവനും ആ കോൺസ്റ്റബിളിനെ ഫോളോ ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്ത് ഇവൻ എത്തിയത് ഇവന്റെ സ്കൂളിലായിരുന്നു. ആ കോൺസ്റ്റബിൾ സ്കൂളിന്റെ ഫൗണ്ടറായ GPയുടെ ഓഫീസിലേക്ക് പോകുന്നതും തിരിച്ചു വരുമ്പോ പണമിട്ട ഒരു കവറുമായിട്ട് വരുന്നതും കണ്ടു. കനകവേല് വല്ലാത്ത കൺഫ്യൂഷനായി. എന്നിട്ട് നേരെ സ്കൂൾ ഓണറായ GPയുടെ അടുത്ത് വന്ന് ഇപ്പൊ വന്നിട്ട് പോയ കോൺസ്റ്റബിളിന് നിങ്ങൾ എന്തിനാ പണം കൊടുത്തത്, അയാൾ തന്ന ലെറ്റർ എവിടെയെന്നൊക്കെ കനക
കനകവേലു ജിപിയോട് ചോദിച്ചു. കനകവേലു ഇങ്ങനെ ചോദ്യത്തിന് മേലെ ചോദ്യം ചോദിക്കുന്നത് കേട്ട് ജിപിയും അതെ, ആ പെണ്ണിനെ ഞാനാണ് കൊന്നത്, അതിന് നിനക്കെന്താ പ്രശ്നമെന്ന് കനകവേലിനോട് ചോദിച്ചു. അത് മാത്രല്ല, അവൾ എഴുതിയ സൂയിസൈഡ് നോട്ടില് അവളുടെ മരണത്തിന് കാരണം ഞാനാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ ലെറ്റർ എന്നും പറഞ്ഞ് കനകവേലിന്റെ മുന്നിൽ വെച്ച് ആ ലെറ്റർ കത്തിച്ചു കളഞ്ഞു. കനകവേലിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ചെറുപ്പം മുതലേ ഒരു ഭീരുവിനെ പോലെ വളർന്നു. അവൻ എന്ത് ചെയ്യാൻ കഴിയും? കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. എങ്കിലും നന്ദിനി അവന് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. അവൾക്ക് കിട്ടേണ്ട നീതി താനാണ് വാങ്ങി കൊടുക്കേണ്ടതെന്നും പറഞ്ഞ് കനകവേലി ജിപിയുടെ റൂമിലേക്ക് വീണ്ടും വന്ന് അയാൾ അടിച്ചു. അത് അയാൾക്ക് വല്ലാത്ത അപമാനമായി. കാരണം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെ ഇയാൾക്ക് പുറകിലാണുള്ളത്. അങ്ങനെയുള്ള ഒരാളെ സാധാരണ ഒരു PT ടീച്ചർ അടിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അപമാനം തന്നെയാണ്. ജിപിയെ തല്ലിയത് കാരണം കനകവേലിന് ഇനി ആ സ്കൂളിൽ PT ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല. സോ നന്ദിനിയുടെ മരണത്തിന് കാരണം ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് തന്റെ ജോലിയാണെന്ന രീതിയിൽ കനകവേല് അതിനിറങ്ങി തിരിച്ചു. മരിച്ച നന്ദിനിയുടെ ബോഡിയോ അടക്കം ചെയ്തു. കനകവേലിന്റെ എൻഗേജ്മെന്റും ക്യാൻസലായി. ഇതെല്ലാം ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. അതേസമയം മരിച്ച നന്ദിനിയുടെ വീട്ടിലേക്ക് കാര്യങ്ങൾ തിരക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനുമായിട്ട് ജിപി നന്ദിനിയുടെ വീട്ടിലേക്ക് വന്നു. എന്നാൽ ജിപി കാറിനകത്ത് തന്നെ ഇരുന്ന് അസിസ്റ്റന്റിനെ വീടിനകത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഈ അസിസ്റ്റന്റും രത്തനത്തോട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സാർ എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു മകള് പോയെന്ന് കരുതി രണ്ടാമത്തവളെ പഠിപ്പിക്കാതിരിക്കരുത്. +2 കഴിഞ്ഞ ശേഷം ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് നമ്മുടെ കോളേജിൽ തന്നെ മകളെ പഠിപ്പിക്കാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അവിടുന്ന് പോയി. ശേഷം കനകവേലിനോടുള്ള ദേഷ്യത്തിന് കുറച്ച് ലോക്കൽ ഗുണ്ടകളെ കനകവേലിന്റെ വീട്ടിലേക്ക് അവൻ അടിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ഗുണ്ടകളും കനകവേലിന്റെ വീടിന് ചുറ്റും വളഞ്ഞു. അങ്ങനെ അവിടെ ഒരു ഗംഭീര ഫൈറ്റ് നടന്നു. ഇത്രയും കാലം ഒരു പേടിത്തൊണ്ടനായിട്ട് ജീവിച്ചിരുന്ന കനകവേല് എല്ലാ റൗഡികളെയും അടിച്ചോടിച്ചു. ഇതെല്ലാം കണ്ട രത്തനവും ജിപി കൊടുത്ത 2 ലക്ഷം രൂപ അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് ഈ ഒരു കാര്യം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് രത്തന നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോയി. എന്നാൽ ഒരു പോലീസുകാരനും കംപ്ലൈന്റ് വാങ്ങിയില്ല. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു പണക്കാരനാണ്. നോർമലി പോലീസ് പണക്കാരനെയാണല്ലോ സപ്പോർട്ട് ചെയ്യാറ്. അതുകൊണ്ട് പോലീസ് കംപ്ലൈന്റ് വാങ്ങാതെ രാത്രി മുഴുവനും രത്തനത്തെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി. ഇതറിഞ്ഞ കനകവേലും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് രത്തനത്തോട് പോലീസ് ഒന്നും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ഈ വിഷയം വേറെ രീതിയിൽ ഡീൽ ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാ ന്യൂസ് ചാനലിലും നന്ദിനിയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും അത് ചെയ്തത് ജിപി ആണെന്നും പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഈ ഒരു ന്യൂസ് കാട്ടുതീ പോലെ പടർന്നു. അങ്ങനെ ഇതെല്ലാം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കനകവേല് നന്ദിനിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും തന്നെ കനകവേലിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പ്രശ്നത്തിനും പോകരുത്, പോയ ജീവൻ തന്നെ ആപത്താണെന്ന് ജോത്സ്യൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ അമ്മ ഭയപ്പെടുന്നത്. എന്നിട്ട് ഈ നാട്ടിൽ നടക്കാത്ത കാര്യമാണോ അവിടെ നടന്നത്? ആ പെണ്ണിങ്ങനെ മരിക്കണം എന്നുള്ളത് അവളുടെ വിധിയാണ്. ഒരു പെണ്ണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സഹിച്ചേ മതിയാവുള്ളൂ. ബസ്സിൽ പോകുമ്പോഴും റോഡിലൂടെ പോകുമ്പോഴും എല്ലാവരും ഞങ്ങളെ തെറ്റായ രീതിയിലാണ് കാണുന്നത്. അറിയാത്ത പോലെ വന്ന് തൊടാറുണ്ട്. എന്നാൽ ഇതെല്ലാം ഞങ്ങൾ ആരോടെങ്കിലും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ? എല്ലാം സഹിച്ച് ജീവിക്കുന്നില്ലേ? അങ്ങനെ സഹിച്ച് ജീവിച്ചാൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് അമ്മ കനകവേലിനോട് പറഞ്ഞു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പെൺകുട്ടി അവൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവർ അവളുടെ മേല് അവിടെ എവിടെയൊക്കെ ആയിട്ട് തൊടാറുണ്ടെന്നും അത് തെറ്റാണോ എന്നും കനകവേലിനോട് ചോദിച്ചപ്പോൾ അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട കനകവേലിന്റെ അമ്മയും ഷോക്കായി. ഒരു കൊച്ചു കുട്ടിയെ പോലും വെറുതെ വിടില്ലല്ലോ എന്നോർത്ത്. എന്നിട്ട് ഇനി നീ എന്ത് ചെയ്താലും ഞാൻ അതിന് എതിര് നിൽക്കില്ല എന്ന് കനകവേലിനോട് അവന്റെ അമ്മ പറഞ്ഞു. കനകവേലും നേരെ ആ ഓട്ടോ ഡ്രൈവറിനെ പോയി അടിച്ചു. അതിനുശേഷം കനകവേല് മാണിക്യവേലിന്റെ സഹായത്തോടെ നന്ദിനിയുടെ കൊലപാതക കേസ് കോടതിയിലെത്തിച്ചു. കോടതിയിലും നന്ദിനിയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് നന്ദിനിയുടെ ബോഡി പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ആ പ്രായമുള്ള ആള് നന്ദിനിയുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അയാൾ വന്ന് കോടതിയിൽ സാക്ഷി പറഞ്ഞ കേസ് ഇവർക്ക് അനുകൂലമാണെന്ന് കനകവേലു വിചാരിച്ചു. എന്നാൽ കോടതിയിൽ സാക്ഷി പറയാനായിട്ട് അയാളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നന്ദിനിയുടെ കയ്യിൽ കത്തൊന്നും ഉണ്ടായിരുന്നില്ല. കനകവേലിനെ അറിയില്ല എന്നൊക്കെ അയാൾ മൊഴി മാറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ആ കോൺസ്റ്റബിളും ജിപിയുടെ അടുത്തുനിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും ജിപി കോൺസ്റ്റബിളിനെ അറിയില്ല എന്നും കോടതിയിൽ പറഞ്ഞു. സാക്ഷി കൂറുമാറിയത് കൊണ്ട് തന്നെ കേസിന്റെ ബലം കുറഞ്ഞു. എങ്കിലും മാണിക്യവേലും നന്ദിനിയുടെ ഫോണിലേക്ക് ജിപിയുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കോള് പോയിട്ടുണ്ട്. സോ അത് ജിപി തന്നെ ആയിരിക്കും ചെയ്തത്. നന്ദിനിയുടെ കൊലപാതകത്തിന് കാരണക്കാരൻ ജിപി തന്നെയാണെന്ന് മാണിക്യവേല് കോടതിയിൽ വാദിച്ചു. എന്നാൽ ജിപി അതിന് 3 കള്ളസാക്ഷികളെ ഹാജരാക്കി. എന്നിട്ട് ആ 3 സാക്ഷികളും നന്ദിനി ആ 3 പേരെയും ഒരുമിച്ച് ഒരേ സമയം പ്രേമിച്ചിരുന്നെന്നും ഈ സത്യം അവർ മനസ്സിലാക്കിയപ്പോൾ നന്ദിനിയോട് ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു എന്നും ആദ്യം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും നന്ദിനി വീണ്ടും ഇത് തുടർന്നതുകൊണ്ടാണ് ഞങ്ങൾ
ഞങ്ങൾ അവളെ കൊന്നു കളഞ്ഞതെന്നും അവന്മാര് കോടതിയിൽ മൊഴി പറഞ്ഞു. ഈ 3 പേരും ജിപിയുടെ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്നവരാണ്. വാദിഭാഗം ജിപിയുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നന്ദിനിയുടെ നമ്പറിലേക്ക് കോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനൊരു കള്ളസാക്ഷി പറഞ്ഞതുകൊണ്ട് ഇവരാണ് നന്ദിനിയെ കോൾ ചെയ്തത്. ഇവരുമായിട്ട് നന്ദിനി പ്രണയത്തിലായിരുന്നു. നന്ദിനി ഒരു മോശം പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ഈ 3 പേരും അവളെ കൊന്നുകളഞ്ഞത്. ജിപി കുറ്റക്കാരനല്ല എന്നും പ്രതിഭാഗം വാദിച്ചു. ജിപിയാണ് ഈ കൊല ചെയ്തതെന്ന് വാദിഭാഗത്തിന്റെ അടുത്ത് ഒരു പ്രൂഫും ഉണ്ടായിരുന്നില്ല. തുടർന്ന് 3 ദിവസം ഈ കേസ് കോടതിയിൽ നടന്നു. എന്നാൽ ഇപ്പോഴും കനകവേലിന്റെ അടുത്ത് ഒരു പ്രൂഫ് പോലും പ്രതിഭാഗത്തിന് എതിരായിട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാൻ കഴിയും? കോടതിയിൽ ന്യായം, നീതി, ധർമ്മം എന്നൊക്കെ പറഞ്ഞാലും എന്തിനും എവിഡൻസ് വേണം. എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ ശിക്ഷ നടപ്പാക്കാൻ കഴിയുള്ളൂ. സോ കനകവേലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്കിലും ജഡ്ജിയുടെ മുന്നിൽ ഒരു സ്പീച്ച് നടത്തി. സർ, ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, എങ്കിലും എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നന്ദിനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നന്ദിനിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറൽ ആയതുകൊണ്ട് കോളേജിന് ഇതിന്റെ പേരിൽ വല്ലാത്ത ചീത്തപ്പേരായി. അതിന് ജിപിയും നന്ദിനി ഇനി ഈ കോളേജിൽ പഠിക്കുന്നത് നല്ലതിനല്ല എന്ന് അവളെ കോളേജിൽ നിന്നും പുറത്താക്കാൻ നോക്കി. നന്ദിനിയും ജിപിയുടെ അടുത്ത് ഒരുപാട് കെഞ്ചി പറഞ്ഞു. അതിന് ജിപിയും ഇനി ഈ കോളേജിൽ നീ പഠിക്കണമെങ്കിൽ തന്റെ ഇഷ്ടത്തിന് വഴങ്ങി തരണം, എന്നാൽ ഈ കോളേജിൽ തുടർന്ന് പഠിക്കാന്ന് നന്ദിനിയോട് പറഞ്ഞു. നന്ദിനി ഷോക്കായി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പെണ്ണിന് പഠിപ്പാണോ അഭിമാനാണോ വലുതെന്ന് ചോദിച്ചാ അഭിമാനം തന്നെന്നേ പറയുള്ളൂ. റോഡിലൂടെ പോകുമ്പോൾ 3-4 പേര് അവളോട് മോശമായിട്ട് പെരുമാറി. അത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ എല്ലാവരും അവളെ ചീത്ത പറഞ്ഞു. ഈ നാട് മൊത്തം അവളെയാണ് തെറ്റു പറഞ്ഞത്. ആ സമയം ഒരു കോളേജിന്റെ ഓണർ അയാൾ അവളോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു. എന്തിനാ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നെന്ന് കരുതി അവൾ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ അവളെ രക്ഷിച്ചത്. എങ്കിലും അപമാനം ഭയന്ന് അവള് സൂയിസൈഡ് ചെയ്തു എന്നും കനകവേലു കോടതിയിൽ പറഞ്ഞു. ജഡ്ജിയും കനകവേലിനോട് നീ പറയുന്നതെല്ലാം ന്യായമായ കാര്യമാണ്, എന്നാൽ കോടതിയിൽ എവിഡൻസ് ആണ് പ്രധാനം. എവിഡൻസ് ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. നീ പറഞ്ഞത് വെച്ച് ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. ഇനി മരിച്ചുപോയ നന്ദിനി വന്ന് സാക്ഷി പറഞ്ഞാലേ ഇതിൽ ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന് കനകവേലും മരിച്ചുപോയ നന്ദിനി വന്ന് സാക്ഷി പറഞ്ഞ അയാൾക്ക് ശിക്ഷ കിട്ടുമോ എന്ന് ചോദിച്ച് ഇപ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. നന്ദിനി മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. ആ കോടതിയിൽ എല്ലാം കേട്ടുകൊണ്ട് എല്ലാവർക്കും ഇടയിലായിട്ട് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നന്ദിനിയെ കണ്ടതും എല്ലാവരും ഷോക്കായി. ഇത്രയും ദിവസം നന്ദിനി മരിച്ചു പോയെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇല്ല, ഇതെല്ലാം കനകവേലിന്റെ പ്ലാൻ ആയിരുന്നു. കാരണം നന്ദിനി ആദ്യം ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ കനകവേൽ വന്ന് രക്ഷപ്പെടുത്തിയതായിരുന്നല്ലോ. തെറ്റ് ചെയ്ത ജിപി തലയുയർത്തി നടക്കുമ്പോ ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് കനകവേല് ഒരു പ്ലാൻ നടപ്പിലാക്കി. അതിന് വാനതിയും മാണിക്കവേലും സപ്പോർട്ടായിരുന്നു. ഒരു അനാഥ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി എടുത്ത് നന്ദിനിയെ പോലെ മാറ്റി പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് നന്ദിനി മരിച്ചതല്ല, ജിപി കൊന്നതാണെന്ന് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ഈ പ്രശ്നം വൈറലായ മാത്രമേ നന്ദിനിക്ക് നീതി കിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് കനകവേലി ഇങ്ങനെയൊക്കെ ചെയ്തത്. കനകവേലി വിചാരിച്ച പോലെ തന്നെ പ്രശ്നം വലുതായി. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ നന്ദിനി വന്ന് എന്ത് പറഞ്ഞാലും അത് സത്യാവും. അതുകൊണ്ട് ഇപ്പൊ നന്ദിനി വന്ന് ജിപി നന്ദിനിയോട് മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നും ആ പെൺകുട്ടികൾ തന്നെ വന്ന് ജിപിക്കെതിരായിട്ട് മൊഴി കൊടുത്തു. ജഡ്ജിയും ജിപിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഈ ഒരു കേസ് സത്യസന്ധമാണെങ്കിലും കനകവേലി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് കുറച്ചു കാലത്തേക്ക് അവനും ജയിലിൽ കിടക്കേണ്ടി വരും. എങ്കിലും സത്യം ജയിച്ചത് കൊണ്ട് കനകവേലു സന്തോഷിച്ചു. നന്ദിനിയും ഏതോ ഒരുത്തൻ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാണ് തല കുനിച്ച് നടക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ധൈര്യത്തോടെ തന്നെ തല ഉയർത്തി പിടിച്ച് നടക്കുമെന്ന് നന്ദിനി അവളുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു സിനിമ അവസാനിച്ചു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ മൂവി മന്ത്രം മലയാളം എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.